Dear students, ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്ന ക്ലാസ് ടാൻജന്റ് ആൻഡ് നോർമൽസ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് പാർട്ട് 3 ഫോർ +2 സ്റ്റുഡൻസ്. ടാൻജന്റ് ആൻഡ് നോർമൽസ്. Definition. The equation of the tangent at x0, y0 is to the curve y equal to f of x is given by y minus y0 equal to f dash x0 into x minus x0. എന്ന് പറഞ്ഞാൽ ഇത് y equal to f of x എന്ന് പറയുന്ന ഒരു കർവാണ്. അതിലൊരു പോയിന്റ് ആണ് ഈ പോയിന്റ്. x0 y0 ഒരു പോയിന്റ് ആണ്. x0 y0 ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് കൂടെ ഈ ടാൻജന്റ് ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഈ പോയിന്റ് കൂടെ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് f ഡാഷ് x0 ആയിരിക്കും. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് f ഡാഷ് x0 ആയിരിക്കും. ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ ഈ x0 y0 കൂടിയാണ് കടന്നു പോകുന്നത്. y മൈനസ് y0 ഈക്വൽ ടു f ഡാഷ് x0 ഇൻറ്റു x മൈനസ് x0 ആണ്. ഇതാണ് ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ. ഈ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ടാൻജന്റ് ഇക്വേഷൻ. ഇനി ഇത് ഇക്വേഷൻ ഓഫ് ദ നോർമൽ അറ്റ് x0 y0. ഈ x0 y0 എന്ന് പറയുന്ന പോയിന്റ് കൂടെ നോർമൽ ഇക്വേഷൻ. അപ്പൊ നോർമലിന്റെ ഇക്വേഷൻ ടാൻജന്റിന്റെ സ്ലോപ്പ് f ഡാഷ് x0 ആണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ് -1/f ഡാഷ് x0 ആയിരിക്കും. -1/f ഡാഷ് x0 ആയിരിക്കും. അപ്പൊ നോർമൽ എന്ന് പറയുന്ന ലൈൻ, നോർമൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ടാൻജന്റ് ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് നോർമൽ ലൈൻ. ഇതാണ് നോർമൽ ലൈൻ. ഇത് രണ്ടും കൂടെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ നോർമൽ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത്. അപ്പം ഈ നോർമൽ ലൈനിന്റെ ഇക്വേഷൻ y മൈനസ് y0 ഈക്വൽ ടു -1/f ഡാഷ് x0 ഇൻറ്റു x മൈനസ് x0. അപ്പം ഇത് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണിത്. ഇത് നോർമൽ ലൈനിന്റെ ഇക്വേഷൻ ആണിത്. ഇത് ടാൻജന്റ്, ഇത് നോർമൽ. കുട്ടികൾ ഇത് ഓർത്തിരിക്കണം. Then particular cases, if the slope of the tangent line is 0, then the equation of the tangent at x0 y0 to the curve is y equal to y0. നമ്മൾ ഒരു y equal to f of x എന്ന് പറയുന്ന ഈ കർവ് എടുത്ത് വിചാരിക്കുക. ഈ y equal to f of x എന്ന് പറയുന്ന ഈ കർവ്. ഇതാണ് x0 y0 എന്ന് പറയുന്ന പോയിന്റ്. x0 y0. ഇവിടെ ഇതൊരു ടാൻജന്റ് വരയ്ക്കുക. ഇതാണ് ടാൻജന്റ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ dy/dx ഈക്വൽ ടു ടാൻ തീറ്റ ആയിരിക്കും. ടാൻ തീറ്റ. ഈ dy/dx ആണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് ടാൻ തീറ്റയാണ്. അപ്പം ഇഫ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ഈസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെങ്കിൽ ടാൻജന്റിന്റെ ലൈനിന്റെ ആംഗിൾ 0 ആണെങ്കിൽ ഈ പോയിന്റ് എടുക്കുക. ഈ പോയിന്റ് ഇതാണ് ടാൻജന്റ്. ഈ പോയിന്റ് എടുക്കുക. ഇതിന്റെ ടാൻജന്റ് ലൈൻ ഇതാണ്. അപ്പൊ ഇവിടെ ടാൻജന്റ് ലൈൻ, ഇവിടെ സ്ലോപ്പ്, ദാറ്റ് ഈസ് ഈ ആംഗിൾ 0 ആണ്. അപ്പൊ ടാൻ തീറ്റ 0 ആയിരിക്കും. ഇതാണ് പറയുന്നത്. ഇഫ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ഈസ് 0, ദാറ്റ് ഈസ് ടാൻ തീറ്റ 0 ആണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ ഇതിപ്പോ x0 y0 ആണെങ്കിൽ ഇത് x0 y0 ആണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു y0 ആയിരിക്കും. അല്ലെങ്കിൽ ഇത് x1 y1 ആണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു y1 ആയിരിക്കും. y ഈക്വൽ ടു y1. ഇതാണ്. അപ്പൊ ടാൻജന്റ് ലൈൻ, ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ ഈസ് 0. സ്ലോപ്പ് 0 ആണെങ്കിൽ ആ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ഇക്വേഷൻ y ഈക്വൽ ടു y0 ആയിരിക്കും. ഇത് രണ്ടാമത്, ഇഫ് ദ ടാൻജന്റ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു x ആക്സിസ്. ഇതാണ് x ആക്സിസ്, ഇത് y ആക്സിസ്. ഇഫ് ദ ടാൻജന്റ് ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഇത് ഈ പോയിന്റ് എടുക്കുക. ഇത് പെർപെൻഡിക്കുലർ ടു x ആക്സിസ് ആണ്.
അപ്പൊ ഇതാണ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ, എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ ഇവിടെ നമ്മൾ ടാൻജന്റ് ലൈൻ, ഈ ടാൻജന്റ് ലൈൻ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ ഇവിടെ പറയുന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്നായിരിക്കും. എക്സ് ഈക്വൽ ടു ഈ ലൈനിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, സ്ലോപ്പ് എന്ന് പറയുന്ന ആംഗിൾ ടാൻജന്റ് ലൈൻ വരച്ചു കഴിയുമ്പോൾ അത് എക്സ് ആക്സുമായിട്ടുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ ആയിരിക്കും. ഇനി തീറ്റ 0 ആണെങ്കിൽ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ വൈ ഈക്വൽ ടു വൈ നോട്ട് ആയിരിക്കും. തീറ്റ പൈ ബൈ 2 ആണെങ്കിൽ, പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സ് ആണെങ്കിൽ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആയിരിക്കും. ഇത് കുട്ടികൾ ഓർത്തിരിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാൻജന്റ് ലൈൻ എക്സ് ആക്സിന് പാരലാണെങ്കിൽ ഡി വൈ ബൈ ഡി തീറ്റ, അപ്പൊ അല്ലെങ്കിൽ സ്ലോപ്പ് ടാൻ തീറ്റ ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു 0 ആയിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് ഇക്വൽ ടു 0 ആയിരിക്കും. അത് ഓർത്തിരിക്കണം. എക്സാമ്പിൾ 1. Find the slope of the tangent of the curve xq minus 3x plus 2 at the point whose x coordinate is 3. Find the slope of the tangent. Slope of the tangent എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന്റെ y ഈക്വൽ ടു, അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്ന ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 3x² മൈനസ് 3 ഇതാണ് സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ്. അറ്റ് ദ ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 3 അതിന്റെ വാല്യൂ ഇതിന്റെ എക്സ് ഈക്വൽ ടു 3 കൊടുത്താൽ മതി. അപ്പൊ 3 ഇൻറ്റു 3² മൈനസ് 3 ഈക്വൽ ടു 24. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് 24 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കർവ് വരയ്ക്കുകയാണെങ്കിൽ ആ കർവിന്റെ ഇതിപ്പം ഇതാണ് x³ മൈനസ് 3x മൈനസ് 2 എന്ന് പറയുന്ന കർവ്. അത് ഇങ്ങനെ പോകുന്ന കർവ്. ഈ കർവിന്റെ സ്ലോപ്പ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റ് സ്ലോപ്പ് 24 ആണെന്നാ പറഞ്ഞത്. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന പോയിന്റ് സ്ലോപ്പ് 24 ആണെന്നാ പറയുന്നത്. ഇതാ ഇതിന്റെ ടാൻ തീറ്റ 24 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Then example 2, find the slope of the normal to the curve x equal to a cos cube theta, y equal to a sin cube theta at theta equal to pi by 4. അപ്പോൾ എക്സ് തന്നിട്ടുണ്ട്, ഇവിടെ നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റ കാണുക. അപ്പോൾ എ കോസ് ക്യൂബ് തീറ്റയുടെ മൈനസ് 3a കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് സൈൻ തീറ്റ. ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ദെൻ ഡി വൈ ബൈ ഡി തീറ്റ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ സൈൻ ക്യൂബ് തീറ്റയുടെ 3a സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റയുടെ കോസ് തീറ്റ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് സ്ലോപ്പ്. ആദ്യം സ്ലോപ്പ് ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി തീറ്റ ഇതാണ്, ഡി എക്സ് ബൈ ഡി തീറ്റ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ തീറ്റ. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്. അങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് m1 സ്ലോപ്പ് ഓഫ് ദ നോർമൽ m2 ആണെങ്കിൽ m1 ഇൻറ്റു m2 ഈക്വൽ ടു -1 എന്നാണ്. ദാറ്റ് ഈസ് m2 ഈക്വൽ ടു -1 ബൈ m1. m1 സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഡി വൈ ബൈ ഡി എക്സ് ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ -1 ഡിവൈഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ -1 ഡിവൈഡ് ബൈ മൈനസ് ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ നോർമൽ കോട്ട് തീറ്റയാണ്. അങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് ദ നോർമൽ ആയിട്ട് തീറ്റ ഈക്വൽ ടു π/4. ഈ തീറ്റയ്ക്ക് π/4 കൊടുക്കുക. അപ്പോൾ കോട്ട് π/4 ഈക്വൽ ടു 1. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്പർ 3. ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജന്റ് ടു ദ കർവ് y ഈക്വൽ ടു x³ മൈനസ് 3x² മൈനസ് 9x പ്ലസ് 7 ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കർവ് ഫംഗ്ഷൻ. y ഈക്വൽ ടു x³ മൈനസ് 3x² മൈനസ് 9x പ്ലസ് 7 ഈക്വൽ ടു 7 ആണ് y ഈക്വൽ ടു. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കാണാൻ, ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കാണാൻ ഡി വൈ ബൈ ഡി എക്സ് കാണുക. ദാറ്റ് ഈസ് ദിസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 3x² മൈനസ് 9x മൈനസ് 9 ആണ് ഡി വൈ ബൈ ഡി എക്സ്.
ടാൻജൻറ്റ് ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞത്. ടാൻജൻറ്റ് എക്സ് ആക്സിന് പാരലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് 0 ആയിരിക്കും. ഡി വൈ ബൈ ഡി എക്സ് 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ 3x² മൈനസ് 9x മൈനസ് 9 ഈക്വൽ ടു 6x മൈനസ് 9 ഈക്വൽ 0 എന്ന് എടുക്കുക ഇതിനെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ x² മൈനസ് 2x മൈനസ് 3 ഈക്വൽ ടു 0. അപ്പോൾ x ഈക്വൽ ടു -1 x ഈക്വൽ ടു 3 എന്ന് കിട്ടും. x ഈക്വൽ ടു -1 ആണെങ്കിൽ y യുടെ വാല്യൂ എത്ര ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. y ഈക്വൽ ടു x³ മൈനസ് 3x² മൈനസ് 9x പ്ലസ് 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 12 എന്ന് കിട്ടി. അപ്പോൾ x ഈക്വൽ ടു -1 y ഈക്വൽ ടു 12. ദെൻ x ഈക്വൽ ടു 3 എന്ന് കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -20 എന്ന് കിട്ടും. 3 - 20. അപ്പം നമുക്ക് കാണുന്നത് ഇതാണ് കർവ്. ആ കർവാണ് ഈ വരച്ചിരിക്കുന്നതാണ് ആ കർവ്. ഈ കർവിൻ്റെ ഇക്വേഷൻ ഇതാണ്. x³ മൈനസ് 3x² മൈനസ് 9x പ്ലസ് 7 ഇതാണ് ഈ കർവിൻ്റെ ഇക്വേഷൻ. ഈ കർവിന് നമുക്ക് എക്സ് ആക്സിന് പാരലായിട്ടുള്ള രണ്ട് ടാൻജൻറ്റ് വരയ്ക്കണം. അത് ഏതൊക്കെ പോയിന്റ് കൂടിയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിന് എക്സ് ആക്സിന് പാരലായിട്ട് ടാൻജൻറ്റ് ഈസ് പാരൽ ടു എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്നത് ഒന്ന് ഈ ലൈനിലുമാണ്. ഇതാണ് -1 12 എന്ന പറയുന്ന പോയിന്റിൽ കൂടിയും 3 - 20 എന്ന് പറയുന്ന രണ്ട് പോയിന്റിൽ കൂടിയും ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അത് പാരലൽ ടു ദ എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന മെത്തേഡ് dy/dx കാണുക. dy/dx ഈക്വൽ ടു 0 എന്ന് എഴുതുക. 0 എന്ന് കാണുമ്പോൾ എക്സിൻ്റെ രണ്ട് പോയിന്റ് കിട്ടും, -1 ഉം 3 ഉം. എക്സിന് -1 ഉം 3 ഉം കിട്ടും. അപ്പോൾ y കണ്ടുപിടിക്കുക. y 12 ഉം -20 ആണ്. അപ്പം -1 12 കൂടെയും കടന്നു പോകുന്ന ടാൻജൻറ്റും 3 - 20 കൂടെ കടന്നു പോകുന്ന ടാൻജൻറ്റും എക്സ് ആക്സിന് പാരലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ്. ഇതിന് സ്ലോപ്പ് കണ്ടുപിടിക്കണം. y - 2 ഹോൾ സ്ക്വയർ അറ്റ് x ഈക്വൽ ടു 1. അപ്പോൾ y ഈക്വൽ ടു x - 2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് കാണണം. അതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dy/dx ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. അപ്പം 2 × x - 2. സ്ലോപ്പ് അറ്റ് x ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ dy/dx ഈക്വൽ ടു x ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക -2 ആണ്. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് x ഈക്വൽ ടു 1 -2 ആണ്. ഇനി നമുക്ക് കാണേണ്ട ഫൈൻഡ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജൻറ്റ് ടു ദ കർവ് ഈസ് പാരലൽ ടു ദ കോഡ് ജോയിനിങ് ദ പോയിന്റ് A20 ആൻഡ് B44. അപ്പോൾ 20 കൂടെയും 44 കൂടെയും കടന്നു പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ AB യുടെ സ്ലോപ്പ്. അപ്പം ഇതാണ് AB എന്ന് പറയുന്ന ലൈൻ. ഇത് A, ഇത് B. AB എന്ന ലൈനിൻ്റെ സ്ലോപ്പ് കാണാനായിട്ടുള്ള ഫോർമുല ഇതാണ്. y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പം 4 - 0 ഡിവൈഡഡ് ബൈ 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ ലൈനിൻ്റെ AB എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കർവ്. ഇതാണ് തന്നിരിക്കുന്ന കർവ്. ഈ കർവിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു x - 2 ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലൈനിന് പാരലായിട്ട് ഈ കർവിൽ കൂടെ പോകുന്ന ഈ കർവിന് ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അത് ഏത് പോയിന്റിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് കിട്ടി. ഈ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്ക് 2 ആണെന്ന് കിട്ടി. അതാണ് ഇവിടെ 2 എന്ന് കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്ക് dy/dx ഈക്വൽ 2 × x - 2 ആണ്. അപ്പം 2 × x - 2 ആണ് ഈ കർവിൻ്റെ സ്ലോപ്പ്. 2 × x - 2 ആണ്. അപ്പോൾ നമ്മൾ 2 × x - 2 2 × x - 2 ആണ്. 2 × x - 2 ഈക്വൽ ടു 2 എന്ന് ഇവിടെ നമുക്ക് കിട്ടിയത് 2 ആണ്. ഈ കർവിൻ്റെ സ്ലോപ്പ് 2 × x - 2. ഇതിൻ്റെ സ്ലോപ്പ് 2 ആണ്. ഈ കർവിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ x ഈക്വൽ ടു 3 y ഈക്വൽ ടു 1 എന്ന് കിട്ടും. x ഈക്വൽ ടു 3 y ഈക്വൽ ടു 2. അപ്പോൾ x ഈക്വൽ ടു 3 y ഈക്വൽ ടു 1 കൂടെ കടന്ന് 1 ഈ പോയിന്റിൽ കൂടെ
വരയ്ക്കുന്ന ടാൻജൻറ്റ് ഈ എ ബി എന്ന ലൈനിന് പാരലായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഈ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതാണ് ഈ ഇക്വേഷൻ y2 - y1 ഡിവൈഡ് ബൈ x2 - x1 എന്നുള്ള ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് 2 കിട്ടി. ഈ കർവിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കിട്ടി. അത് നമുക്ക് 2 × x - 2 ആണ്. 2 × x - 2 ഈക്വൽ ടു 2. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഏത് പോയിന്റിലാണോ ഈ 2 ആകുന്നത് അത് കണ്ടുപിടിക്കുന്നത്, അത് കിട്ടുക. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ 2 × x - 2. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. അപ്പോൾ എക്സ് കിട്ടി, x = 3 എന്ന് കിട്ടി. x = 3. അപ്പം അത് y = ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y = x - 2 എന്ന് പറഞ്ഞാൽ ഈ കർവിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം x = 1 എന്ന് കിട്ടി. അപ്പോൾ y = 3, x = 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഈ ലൈനിൻ്റെ ടാൻജൻറ്റ് ഈ ലൈനിന് പാരലായിരിക്കും. അതാണ്. ദെൻ നമുക്ക് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. ആ ലൈനിൻ്റെ ഇക്വേഷൻ കാണാനായിട്ട് ആ ലൈനിൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ഈസ് y - y0 = m × x - x0. ഈ ലൈനിൻ്റെ എം സ്ലോപ്പ് ഏതാണ്? നമുക്ക് ഈ ലൈനിൻ്റെ സ്ലോപ്പ് തന്നെയാണ് ഈ ലൈനിൻ്റെ സ്ലോപ്പും. അപ്പോൾ സ്ലോപ്പ് നമുക്ക് കിട്ടി 2. y0 എന്ന് പറയുന്നത് 1 ആണ്, x0 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ y - y0 = m × x - x0 എന്നുള്ളത് ഇങ്ങനെയായി കിട്ടും. അതാണ് ഈ ലൈനിൻ്റെ ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ ഈ ലൈനിന് പാരലായിട്ട് ഈ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ആ ടാൻജൻറ്റ് ലൈൻ കടന്നു പോകുന്ന 3, 1 കൂടിയാണ്. എക്സാമ്പിൾ 5. Find the slope of the tangent line to the curve y = x² - 2x + 1. ഇത് മാർച്ച് 2019 ചോദിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ y = x² - 2x + 1ൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. അപ്പോൾ dy/dx കണ്ടാൽ മതി. dy/dx = 2x - 2. അപ്പം ഈ ലൈനിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷനാണിത്. ദെൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇത് ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ടു ദ എബോവ് കർവ് വിച്ച് ഈസ് പാരലൽ ടു ദ ലൈൻ 2x - y + 9 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2x - y + 9 എന്ന് പറയുന്ന ലൈൻ ഇതാണ് ഈ ലൈൻ. അതാണ് 2x - y + 9 എന്ന് പറയുന്ന ലൈൻ. ആ ലൈനിന് പാരലായിട്ട് ആദ്യത്തെ കർവിൻ്റെ സ്ലോപ്പ് ടാൻജൻറ്റ് ഈ കർവിന് പാരലായിട്ട് വന്നു. അതാണ്. അപ്പോൾ ഈ കർവ് എന്ന് പറയുന്നത് നമുക്ക് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈ ലൈനാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ലൈൻ ഈസ് ഈക്വൽ ടു 2x - y + 9 2x - y + 9 എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ആ ലൈനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ y = 2x + 9 എന്ന് പറയും. ദാറ്റ് ഈസ് y = mx + c എന്ന ഫോമിലായി. y = mx + c എന്ന ഫോമിലായി. അപ്പോൾ ഇതിൻ്റെ m ആയിരിക്കും ഇതിൻ്റെ സ്ലോപ്പ്. ദാറ്റ് ഈസ് 2 ആണ് ഇതിൻ്റെ സ്ലോപ്പ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. അങ്ങനെയാണ് ഈ ലൈനിൻ്റെ സ്ലോപ്പും ഈ കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പും ഒന്നായിരിക്കണം. അപ്പം ഈ കർവിൻ്റെ സ്ലോപ്പും ഈ കർവിൻ്റെ സ്ലോപ്പ് 2 ആണ്. ഈ കർവിൻ്റെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. ഈ കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് 2x - 2 ആണ്. ഇത് രണ്ടും ഒന്ന് തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലൈനിൻ്റെ സ്ലോപ്പ് അത് 2 ആണ്. ഈ കർവിൻ്റെ സ്ലോപ്പ് 2x - 2 ആണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അത് നമുക്ക് x = 2 എന്ന് കിട്ടി. അത് x = 2 എന്നുള്ളത് ഈ കർവിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y = 1 കിട്ടി. അപ്പോൾ x = 2 y = 1 ആണ് ഈ കർവിൻ്റെ ടാൻജൻറ്റ് പോയിന്റ്. ആ പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ടാൻജൻ്റ് ആയിരിക്കും ഈ ലൈനിന് പാരലായിട്ട് വരിക. അപ്പം നമുക്ക് വരയ്ക്കുന്ന ലൈന് ഈ പോയിന്റ് നമുക്ക് കിട്ടിയത് 2, 1 എന്നാണ്. 2, 1 ആണ് പോയിന്റ്. ഈ 2, 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന
ടാൻജൻറ്റ് തന്നിരിക്കുന്ന ലൈനിന് പാരലായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിൻ്റെ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടി 2 ആണ്. ഈ കർവിൻ്റെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1ൻ്റെ സ്ലോപ്പ് 2x മൈനസ് 2 ആണ്. 2x മൈനസ് 2ഉം ഇതിൻ്റെ സ്ലോപ്പ് ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഒന്ന് തന്നെയാണ്. അതിനകത്ത് എക്സ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 1ൽ കൂടെ കടന്നു പോകുന്ന ടാൻജൻറ്റ് ലൈൻ ആയിരിക്കും ഇതിന് പാരലായിട്ട് വരിക. അപ്പം എക്സ് ഈക്വൽ ടു 2 y ഈക്വൽ ടു 1ൽ കൂടെ കടന്നു പോകുന്ന ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. അപ്പോൾ m നമുക്ക് കിട്ടി, ഇത് y1 ഇത് x1. അപ്പോൾ y മൈനസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 2 ആയിരിക്കും ഈ ലൈൻ്റെ ഈ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആദ്യം ഈ ടാൻജൻറ്റിൻ്റെ ഈ പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ കർവിൻ്റെ സ്ലോപ്പ് അറിയാം. ഈ കർവിൻ്റെ സ്ലോപ്പ് നമുക്ക് 2x മൈനസ് 2 ആണ്. ഈ കർവിൻ്റെ സ്ലോപ്പും ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഒന്ന് തന്നെയായിരിക്കണം. ഈ ലൈനിൻ്റെ സ്ലോപ്പ് 2 ആണ്. അപ്പോൾ 2x മൈനസ് 2 ഈക്വൽ ടു 2 എന്ന് എടുത്തു. അതിനകത്ത് ഈ എക്സ് കിട്ടിയപ്പോൾ വൈയും കിട്ടി. അപ്പോൾ എക്സും വൈയും കിട്ടിയപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തത്, ഇത് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജൻറ്റ് ടു ദ എബോവ് കർവ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ 5y മൈനസ് 15x പ്ലസ് 13. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് ഒരു ലൈൻ, ഇതാണ് ലൈൻ, ആ ലൈനിൻ്റെ ഇക്വേഷൻ 5y മൈനസ് 15x ഈക്വൽ ടു 13 ആണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈൻ ഇതിന് സ്ലോപ്പായിട്ട് വരണം, ഈ കർവിൻ്റെ. അപ്പോൾ നമുക്ക് ദ സ്ലോപ്പ് ഓഫ് ഇതിൻ്റെ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ സ്ലോപ്പ് കാണണം. ഈ ലൈനിൻ്റെ സ്ലോപ്പ് ഇതിപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ 5y ഈക്വൽ ടു 15x ഈക്വൽ ടു 13. ദാറ്റ് ഈസ് y ഈക്വൽ ടു 3x ആണ്. 3x പ്ലസ് 13 എന്ന് കിട്ടും. അപ്പം ഈ ലൈനിൻ്റെ സ്ലോപ്പ് 3 ആണ്. അപ്പോൾ ഇതിന് നോർമലിൻ്റെ സ്ലോപ്പ് മൈനസ് 1/3 ആണ്. അപ്പം ഇതിന് നോർമലിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരയ്ക്കുന്ന ഇതിൻ്റെ സ്ലോപ്പ്, ഈ നോർമലിൻ്റെ സ്ലോപ്പ് മൈനസ് 1/3 ആണ്. അപ്പോൾ നോർമലിൻ്റെ സ്ലോപ്പ് മൈനസ് 1/3 ഈ കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പായിട്ട് വരണം. അപ്പം 2x മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1/3. അപ്പോൾ x ഈക്വൽ ടു 5/3 എന്ന് കിട്ടും. x ഈക്വൽ ടു 5/6. അത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 1/36 എന്ന് കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 5/6, y ഈക്വൽ ടു 1/36. അതാണ് ഈ പോയിന്റ്. ഇത് x ഈക്വൽ ടു 5/6, y ഈക്വൽ ടു 1/36. ഇതിൽ കൂടെ വരയ്ക്കുന്ന ഈ ടാൻജൻറ്റ് ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരും. അതാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ലൈൻ തന്നിട്ടുണ്ട്, ഈ ലൈനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതാണിത്, ആ ലൈനിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് കാണണം. അപ്പോൾ ആ ലൈനിൻ്റെ സ്ലോപ്പ് 3 ആണ്. അപ്പോൾ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പ് മൈനസ് 1/3 ആണ്. ആ പെർപെൻഡിക്കുലറിൻ്റെ സ്ലോപ്പും ഈ തന്നിരിക്കുന്ന കർവിൻ്റെ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെ ആയിരിക്കണം. അതിന് x ഈക്വൽ ടു 5/6 കിട്ടി, y ഈക്വൽ ടു 1/36 കിട്ടി. അപ്പോൾ x ഈക്വൽ ടു 5/6, y ഈക്വൽ ടു 1/36 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ടാൻജൻ്റ് ആയിരിക്കും ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് വരിക. അപ്പം ആ ഇക്വേഷൻ x ഈക്വൽ ടു 5/6, y ഈക്വൽ ടു 1/36 എന്ന് പറയുന്ന ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ടാൻജൻ്റ് ഇക്വേഷൻ അത് ഇതായിരിക്കും. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ m ഇതാണ്, മൈനസ് 1/3 ആണ്. പോയിന്റുകൾ ഏതൊക്കെയാണ്? x ഈക്വൽ ടു 5/6ഉം y ഈക്വൽ ടു 1/36. അപ്പം
ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ടാൻജൻറ്റ് ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദ നെക്സ്റ്റ് എക്സാമ്പിൾ 6. ഫൈൻഡ് എ പോയിന്റ് ഓൺ ദ കർവ് x² + 9 + y² / 16 = 1 at which the tangents are parallel to the x-axis, parallel to the y-axis. അപ്പോൾ x² / 9 എന്നുള്ള x²/3² ആണ്. ഈ 9 എന്നുള്ളത് 3² ആണ്. ഈ y16 എന്നുള്ളത് 4² എന്ന് എഴുതാം. അപ്പോൾ x²/a² + y² + 4² = 1 എന്നുള്ള എലിപ്സിൻ്റെ ഇക്വേഷനാണ്. ഇതാണ് ആ എലിപ്സ്, ആ ഇക്വേഷൻ. x² / 9 + y² / 16 = 1. നമുക്കതിൻ്റെ അകത്ത് ആദ്യം ഇതാണ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് dy/dx കാണുക. dy/dx കിട്ടി. ഇതാണ് dy/dx. നമുക്ക് ഇതാണ് dy/dx. ഇതാണ് ഇതാണ് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റാണിത്. ടാൻജൻസ് ആർ പാരലൽ ടു ദ എക്സ് ആക്സിസ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ dy/dx 0, dy/dx 0, dy/dx 0 ആകുക. 0 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -16x/9y = 0. ദാറ്റ് ഈസ് x = 0. x = 0 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക x = 0 എന്ന്. അപ്പോൾ y² = 16, y = +or -4 എന്ന് കിട്ടും. അപ്പോൾ ഇത് പോയിൻറ്റ്സ് ആർ 0, 4, 0, -4. അപ്പോൾ ഈ കർവിന്, ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ 0, 4, x = 0, y = 4. അത് ഈ പോയിൻ്റാണ്. x = 0, y = 4. ഇനി x = 0, y = -4. അത് ഈ പോയിൻ്റാണ്. ഈ രണ്ട് പോയിന്റിൽ കൂടെയും കടന്നു പോകുന്ന ടാൻജൻസ് എക്സ് ആക്സിന് പാരലായിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഈ തന്നിരിക്കുന്ന ഈ എലിപ്സിനെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ സ്ലോപ്പ് കണ്ടു. അതാണ് പാരലൽ ടു എക്സ് ആക്സിസ് വിച്ച് വിച്ച് ടാൻജൻസ് ആർ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ആ കർവിൻ്റെ മുകളിൽ വരുന്ന ടാൻജൻറ്റ് എക്സ് ആക്സിന് പാരലായിരിക്കണം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 0 ആയിരിക്കണം. സ്ലോപ്പ് 0 ആകുമ്പോൾ x = 0 എന്നാണ് കിട്ടുക. x = സ്ലോപ്പ് dy/dx = 0, x = 0, y = 4 എന്ന് കിട്ടുക. x = 0 ആണെങ്കിൽ y = +or-4. അപ്പോൾ 0, 4ഉം 0, -4ഉം ആണ് ആ രണ്ട് പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ഈ എലിപ്സിൻ്റെ ആ രണ്ട് പോയിന്റിൽ കൂടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് എക്സ് ആക്സിന് പാരലായിരിക്കും. ഇനി നമുക്ക് ചോദിക്കുന്നത് പാരലൽ ടു y ആക്സിസ് എന്നാണ് പറയുന്നത്. പാരലൽ ടു y ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടാൻജൻ്റ് അല്ല, അതിന് നോർമൽ എടുക്കണം. ടാൻജൻസ് ആർ പാരലൽ ടു y ആക്സിസ്. ടാൻജൻറ്റ് y ആക്സിസിന് പാരലായിരിക്കണം. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ആണ് എടുക്കുന്നത്. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഇത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ നോർമൽ എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ ദിസ് ആയിരിക്കും. അപ്പോൾ ഇതിനെ തിരിച്ചിട്ട് -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9y 16x. സ്ലോപ്പ് ഓഫ് ദ നോർമൽ y ആക്സിന് പാരലായിരിക്കണം. അപ്പം 9y 16x = 0 എന്ന് കിട്ടും. അപ്പോൾ y = 0. അപ്പോൾ y = 0 ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y = 0 ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് x²/9 = 1. ദാറ്റ് ഈസ് x = +or-3. അപ്പം x = +3 ആകുമ്പോൾ 3 0 എന്ന് കിട്ടും. x = മൈനസ് ആകുമ്പോൾ -3 0 എന്ന് കിട്ടും. അപ്പോൾ ഈ 3 0യിൽ കൂടെ വരയ്ക്കുന്ന ടാൻജൻറ്റും -3 0യിൽ കൂടെ വരയ്ക്കുന്ന ടാൻജൻറ്റും y ആക്സിന് പാരലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടാൻജൻ്റ് അല്ല നോർമലാണ് എടുക്കുന്നത്. അപ്പോൾ നോർമൽ y ആക്സിന് പാരലായിട്ട് വരണം നോർമൽ. അപ്പോൾ നോർമൽ y ആക്സിന് പാരലായി വരിക എന്ന് പറയുന്നത് നമ്മൾ ഇതാണ് എടുക്കുന്നത്. അപ്പം ഇത് ടാൻജൻസ് ആർ പാരലൽ ടു y ആക്സിസ് എന്ന് പറയുന്ന നോർമൽ 0 ആയിരിക്കണം. ടാൻജൻറ്റ് y ആക്സിന് ടാൻജൻറ്റ് എക്സ് ആക്സിന് പാരലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx 0. ടാൻജൻറ്റ് y ആക്സിന് പാരലാകുക എന്ന് പറഞ്ഞാൽ -1/dy/dx 0. -1/dy
-1 dy/dx = 0 എന്ന് പറഞ്ഞാൽ ഇതാണ് മൈനസ് ഇതിനെ തരതിരിച്ചിടണം. ഇന്ന് -1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ 0. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടി 3 0 and -3 0. ഓക്കെ. ദെൻ ലാസ്റ്റ് എക്സാമ്പിൾ. Example 7. Find the point on the curve y = x cube at which the slope of the tangent is equal to the y coordinate of the point. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് y കോർഡിനേറ്റ് ആയിരിക്കണം. സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് y കോർഡിനേറ്റ് ആയിരിക്കണം. അപ്പോൾ dy/dx = y ആയിരിക്കണം. dy/dx = y ആയിരിക്കണം. ഓക്കെ. അപ്പം y = x ക്യൂബ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. dy/dx = 3x² എന്ന് കിട്ടി. അപ്പം x1 y1ലുള്ള സ്ലോപ്പ് 3x1² എന്നായിട്ട് ഈ 3x1 അതാണ് dy/dx അറ്റ് x1 y1. അത് 3x1² ആണ്. അത് y കോർഡിനേറ്റ് തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 3x1² y കോർഡിനേറ്റ് y1 ആണ്. 3x1² = y1. അത് ഏത് പോയിന്റിലാണ് വരിക എന്നാണ്. ഇത് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ്. സ്ലോപ്പ് ഓഫ് ദ x1 y1ൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് 3x1² ആണ്. അവിടെ y കോർഡിനേറ്റ് y1 ആണ്. ഇത് രണ്ടും തുല്യമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 3x1² y1 എന്ന് പറഞ്ഞാൽ എന്താ y1 ഇതാ y1 = x1³ ആണ്. 3x1² y1 = x1³ എന്നാണ് അത് തന്നിട്ടുണ്ട് നമുക്ക്. y = x³ ആണെങ്കിൽ y1 = x1³. അപ്പോൾ 3x1² = y1 എന്നുള്ളത് 3x1² = x1³ എന്ന് കിട്ടും. ഇതിനകത്ത് x1² പുറത്തെടുക്കുമ്പോൾ x1² × 3 - x1 = 0. That is x1 = 0 or x1 = 3. x1 = 0 ആകുമ്പോൾ y1 = 0. അപ്പോൾ ഈ പോയിന്റ് കിട്ടും. x1 = 3 ആകുമ്പോൾ y1 = 27. അത് ഇവിടെയായിട്ട് കിട്ടും. ഇവിടെയായിട്ട് ഒരു കിട്ടും 3ഉം 27. അപ്പോൾ ഈ പോയിൻ്റ് പ്രത്യേകത എന്താണ്? സ്ലോപ്പ് = y കോർഡിനേറ്റ് ആണ്. അപ്പം ഈ പോയിന്റിലെ സ്ലോപ്പ് 0 ആണ്, y കോർഡിനേറ്റ് 0 ആണ്. ഈ പോയിന്റ് 327 എന്ന് പറയുന്ന പോയിന്റ് അതിൻ്റെ സ്ലോപ്പ് 27 ആണ്. ഈ പോയിന്റിൻ്റെ സ്ലോപ്പ് 0ഉം ഈ പോയിന്റിൻ്റെ സ്ലോപ്പ് 27 ആണ്. ഇതാണ്. ഓക്കെ. അതാണ് നമുക്ക് കണ്ടത്. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ കർവ് y = x at which the slope of the tangent is equal to the y coordinate. അപ്പം സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് = y കോർഡിനേറ്റ് ആയിരിക്കണം. ഈ രണ്ട് പോയിൻ്റെയും സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് y കോർഡിനേറ്റ്. ഈ പോയിൻ്റിൻ്റെ സ്ലോപ്പ് 0 ആയിരിക്കും. ഈ പോയിൻ്റിൻ്റെ സ്ലോപ്പ് 20.